എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തകപരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഷാരോൺ ബുക്സിൻ്റെ പറയിപെറ്റ പന്തിരുകുലം 5-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വരരുചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളുകൾ കഴിഞ്ഞു. അവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു. വരരുചി തൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചു. ഭാര്യയാകട്ടെ തൻ്റെ ഭർത്താവിനെ ദൈവത്തെപ്പോലെ കരുതി. അദ്ദേഹം പറയുന്നതിനെതിരായി അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്തുമനുസരിച്ച് ഒരു ഉത്തമ ഭാര്യയായി അവർ വരരുചിയെ സേവിച്ചു. ഒരിക്കൽ അവർ ഉച്ചയൂണും കഴിഞ്ഞ് സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ സമയം വരരുചി ഭാര്യയുടെ മുടി ചീകി ഒതുക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുടി ചീകുമ്പോൾ ഇടയ്ക്കിടെ തലയിൽ എന്തോ തടവുന്നതായി വരരുചിക്ക് തോന്നി. അദ്ദേഹം മുടി വകഞ്ഞു മാറ്റി നോക്കിയപ്പോൾ തലയിൽ ഒരു വലിയ മുറിവ് ഉണങ്ങിയ പാട് കണ്ടു. അദ്ദേഹം പ്രിയതമയോട് മുറിപ്പാടിൻ്റെ കാരണം തിരക്കി. അവൾ പറഞ്ഞു, പണ്ട് എൻ്റെ അമ്മ ഒരു നദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ നദിയിലൂടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടു. ആ ചങ്ങാടത്തിൽ നിന്നും 2-3 ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ കിട്ടി. മക്കളില്ലാതെ ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന അമ്മ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. അതിൻ്റെ തലയിൽ ഒരു പന്തം കത്തിച്ചു വെച്ചിരുന്നു. അച്ഛനമ്മമാരുടെ സ്നേഹപരിചരണങ്ങൾ മൂലം ആ കുഞ്ഞിൻ്റെ തലയിലെ മുറിവ് ഉണങ്ങി. ആ കുഞ്ഞാണ് ഞാൻ. ആ മുറിവ് ഉണങ്ങിയ പാടാണ് എൻ്റെ തലയിൽ കാണുന്നത്. ഇത്രയും കേട്ടപ്പോൾ വരരുചിക്ക് സങ്കടമായി. അയാൾ കുറേ നേരം ദുഃഖിച്ചിരുന്നു. പിന്നെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് വിധിയിൽ വിശ്വസിച്ചു. എത്രയൊക്കെ ശ്രമിച്ചാലും വിധിയെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടുമാവില്ലെന്ന് അദ്ദേഹം തീർച്ചയാക്കി. ദുഃഖം മാറിയ വരരുചി തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും വനദേവതമാരുടെ സംഭാഷണവും അവസാനം കുഞ്ഞിനെ നദിയിലേക്ക് ഒഴുക്കിയതും വരെയുള്ള കാര്യങ്ങൾ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. താനൊരു പറയുകയാണെന്ന് മനസ്സിലാക്കിയ അവൾ തന്നെ വെറുക്കരുതെന്നും ഇക്കാര്യം മൂന്നാമതൊരാൾ അറിയാൻ ഇടയാവുകയില്ലെന്നും തന്നെ ഉപേക്ഷിക്കരുതെന്നും കേണപേക്ഷിച്ചു. അവൾ പറഞ്ഞു, അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഒരു ബ്രാഹ്മണകുമാരിയായി വളരാൻ കഴിഞ്ഞതും വിദ്യകൾ നേടാൻ കഴിഞ്ഞതും. അങ്ങേക്ക് ഞാൻ മൂലം ഒരു അപമാനവും ഉണ്ടാവുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, ദൈവഹിതമനുസരിച്ച് നടക്കാനുള്ളത് നടന്നു. ഇനിയും മരണം വരെ നമ്മൾ ഒന്നിച്ചേ ജീവിക്കൂ. ഇനിയും ആ പ്രദേശത്ത് ജീവിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയ വരരുചി ഭാര്യയുമായി ദേശാടനത്തിനൊരുങ്ങി. രണ്ടാളും ശേഷിച്ച കാലം ദേശസഞ്ചാരം നടത്തി ജീവിക്കാനായി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 6-ാം ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.